Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ഒരു നല്ല ഗുഡ് ആഫ്റ്റർനൂൺ എനിക്ക് തിരിച്ചു കിട്ടി. സന്തോഷം. ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഇത്രയും എനർജറ്റിക് ആയിട്ട് പറയുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക്. സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ടിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ ആണോ? കുഴപ്പമില്ല. ഒരു യെസ്. So in the last class we have already started a new module, right? Grievance handling, employee discipline, employee health and employee safety. ഈ പറയുന്ന 4 കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മൊഡ്യൂൾ ആണ് ഗ്രീവാൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ തുടങ്ങിയേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എംപ്ലോയി ഗ്രീവാൻസ്. എന്താണ് എംപ്ലോയിയുടെ ഗ്രീവാൻസ് എന്ന് പറയുന്നത്? Grievance simply means dissatisfaction or discontentment. എന്താണ് ഗ്രീവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാം ഒരു താല്പര്യക്കുറവ്, ഒരു അസംതൃപ്തി. അതാണ് ഗ്രീവൻസ് എന്ന് പറയുന്നത്. So employees also have some dissatisfaction or discontentment regarding their wages, their working conditions, their salary and also many other matters. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ കൂലി, അവരുടെ ശമ്പളം, അതുമായി ബന്ധപ്പെട്ട്, അതുപോലെ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ് ഉണ്ടാകാറുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ദ ഫോം ഓഫ് എ കംപ്ലൈന്റ്. അത്തരം അസംതൃപ്തിയും താല്പര്യക്കുറവും ഒക്കെ എന്തായി മാറുന്നത്? ഒരു പരാതികളായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. സോ ആ പരാതികൾ ഇഫ് ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ, അതിനൊരു നമ്മളൊരു എന്താ പറയാ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല, അതിനെ കൺസിഡർ ചെയ്യുന്നില്ല, വി ആർ നെഗ്ലക്റ്റിംഗ്, മാനേജ്മെന്റ് അതിനെ നെഗ്ലക്ട് ചെയ്യുകയാണ്, ഒരു രീതിയിലും പരിഗണിക്കാതെ അതിനെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദ എംപ്ലോയീസ് ഫീൽ സം കൈൻഡ് ഓഫ് ഇൻജസ്റ്റിസ് ഓർ ഡിസ്ക്രിമിനേഷൻ. അല്ലെ? അവർക്ക് എന്ത് തോന്നും? മനസ്സിൽ ഒരു തരത്തിലുള്ള അനീതി, ഇത് ന്യായമല്ലല്ലോ, ഇത് അനീതിയാണല്ലോ, മാനേജ്മെന്റ് നമ്മളോട് കാണിക്കുന്നത് നീതിയില്ലായ്മയാണ്, ഇതൊരു വിവേചനമാണ് എന്നുള്ള ഫീലിംഗ് ഒക്കെ ആളുകളുടെ മനസ്സിൽ ഉണ്ടാകും. അത്തരം അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ കംപ്ലൈന്റുകളായിട്ട് മാറുന്നു. So it is very necessary to deal with the grievance management in every organization. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനിലും ഗ്രീവാൻസുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിനു വേണ്ടിയിട്ട് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതായത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് or that particular department have to deal with the grievances of the employees during their service period. അതായത് ഓരോ എംപ്ലോയീസിനും അവരുടെ ആ സേവന കാലഘട്ടത്തില് അവർ തരുന്ന സേവനങ്ങൾക്ക് അവർക്കുണ്ടാകുന്ന തൃപ്തിക്കുറവുകളെയൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ത് ചെയ്യണം? പരിഗണിക്കണം, നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. സോ ദേ ഹാവ് ടു സോൾവ് മെനി പ്രോബ്ലംസ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം തൃപ്തിക്കുറവും താല്പര്യക്കുറവും ഒക്കെ അവർക്ക് ഉണ്ടാകുന്നത്, അവർക്ക് എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ട്, അതിനൊക്കെ ഒരു നല്ല സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാം? ഓർഗനൈസേഷന് അതിൻ്റെതായ ഒരു ഗോൾസ്, അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും എംപ്ലോയീസുമായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ അവരെ ഡീൽ ചെയ്യുക, അവർക്ക് നല്ല രീതിയിൽ അവരുമായിട്ട് കാര്യങ്ങള് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ പ്രോബ്ലംസിൽ നമുക്ക് ഒരു റെസ്പോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിൽ അതിന്റെ റിലേഷൻഷിപ്സ്, മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഒക്കെ വളരെ നല്ല ഇഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഗ്രീവൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മേക്കിംഗ് ദ ഓർഗനൈസേഷൻ വർക്ക് ഇഫക്റ്റീവ്. അതായത് ഓർഗനൈസേഷന്റെ ജോലികളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് എന്ത്? ഗ്രീവാൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
ഗ്രീവൻസ് മാനേജ്മെന്റിന് അതിന് പ്രത്യേകം സ്ഥാനമുണ്ട്, ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. ആ ഒരു പാരഗ്രാഫാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗവും ആൻഡ് ഈ ഒരു ചാപ്റ്ററിന്റെ ഇത്രയും ഭാഗമാണ് നമ്മൾ എടുക്കുക അല്ലേ? ആണോ? Now grievance management is defined by different great people. So let us see ആരൊക്കെയാണ് ഗ്രീവൻസ് അല്ലെങ്കിൽ ഗ്രീവൻസിനെ കുറിച്ചിട്ട് കുറെ ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവരവരുടെ അഭിപ്രായങ്ങൾ ഗ്രീവൻസിനെ കുറിച്ചും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വരെ എടുത്തത് ആണോ പറയും? ആ ഓക്കെ, സൗണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. Yes, according to Keith Davis. അപ്പൊ ആദ്യത്തെ ഡെഫിനിഷൻ is given by Keith Davis. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഡെഫിനിഷൻ അവരുടെ തന്നെ വാക്കുകളായതുകൊണ്ട് അവരുടെ വാക്കുകളെ നമുക്ക് എന്താ പറയാ ദുരുപയോഗിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാനോ പറ്റില്ല. സോ അവിടെ കൊട്ടേഷൻസിൽ നമ്മളുടെ ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തിരിക്കുന്ന അതേ സെന്റൻസിന്റെ വാക്യാണ് ഗ്രീവൻസ് ഈസ് എനി റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ് which an employee has concerning his employment relationship. ഒരു എംപ്ലോയിക്ക് ആൾക്ക് ആ ജോലിയുമായിട്ട് ആളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുടെ തൊഴിലിനോട് ആൾ ചെയ്യുന്ന ജോലി അയാളുടെ പെർഫോമൻസ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇഫ് ദേ ഫീൽ സം ഇൻജസ്റ്റിസ്, അവർക്ക് പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അനീതിയായിട്ടോ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു ന്യായമില്ലായ്മയായിട്ടോ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫീലിംഗ് മേ ബി റിയൽ ഓർ ഇമാജിൻഡ്. ആ രണ്ട് വാക്കുകൾ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. ചിലപ്പോ അങ്ങനെ വിചാരിക്കുന്നത്, ചിലപ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇതെന്ത് അക്രമ, ഇതെന്തൊരു അനീതി, എന്നോട് എന്താ ഇങ്ങനെ മാനേജ്മെന്റിന് എന്ന് എനിക്ക് തോന്നും. അവ തോന്നല് ചിലപ്പോ അത് റിയൽ ആയിരിക്കാം, മേ ബി ചിലപ്പോൾ മാത്രം. അതിന് എന്താ പറയാ 0.5% അല്ലെങ്കിൽ 1/2 പ്രോബബിലിറ്റി ഉള്ളൂ, ഒരു ചാൻസ് മാത്രമാണ്. ഞാൻ വിചാരിച്ച അനീതി അല്ലെങ്കിൽ അക്രമം എന്ന് വിചാരിച്ചത് എന്റെ മനസ്സിൽ നിന്ന് ചിലപ്പോ അത് ഉള്ളതായിരിക്കാം. പക്ഷെ ചിലപ്പോ അത് എന്റെ ഒരു ഫീലിംഗ് മാത്രമായിരിക്കാം. അവരങ്ങനെ ചിന്തിച്ചത് പോലുമില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ഇൻജസ്റ്റിസ് എന്നോട് അവർ കാണിച്ചില്ല. പക്ഷെ ഐ ഫീൽ ദാറ്റ്, എനിക്ക് അങ്ങനെ തോന്നുന്നതാ. അത് മറ്റേതെങ്കിലും രീതിയിലുള്ള ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിച്ചെടുക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിയൽ ആകാം, അല്ലാതിരിക്കാം, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റിയൽ ആയതോ അല്ലെങ്കിൽ മനുഷ്യന്മാർ സ്വന്തമായിട്ട് എംപ്ലോയീസ് അങ്ങനെ സങ്കല്പിച്ചെടുത്തതോ ആയിട്ടുള്ള ചില വ്യക്തിപരമായിട്ടുള്ള ഇൻജസ്റ്റിസ് ആളുകളുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുക, ഗ്രീവൻസ് എന്ന് വിളിക്കുക എന്നാണ് അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ് അദ്ദേഹം പറയുന്നതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ചിലപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്തു നമ്മളോട് മാനേജ്മെന്റ്, അത് എന്റെ കാര്യം വന്നപ്പോഴാണ് അങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് തോന്നുകയാണ്. അത് എന്റെ തോന്നലാണ്. ചിലപ്പോ അത് മാനേജ്മെന്റ് അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ട് തന്നെ എനിക്കും എന്നോട് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. രണ്ടുമാകാം. അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് പ്രോബബിലിറ്റി 1/2 ആണ് ചാൻസ്. 1/2 ചിലപ്പോ അത് കറക്റ്റ് ആയിരിക്കാം. മാനേജ്മെന്റ് ചിന്തിച്ച് അതെ അവർ ചിന്തിച്ച് എടുത്ത തീരുമാനത്തില് എന്നോട് അങ്ങനെ പ്രവർത്തിച്ചു, അത് കറക്റ്റ് ആയിട്ട് ചെയ്തതാണ്. ഇപ്പൊ ഇൻ കേസ് ഉദാഹരണത്തിന് ഞാനിപ്പോ എന്താ പറയാ, നമുക്കറിയാം ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും അക്കോർഡിംഗ് ടു ദയർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ പോളിസീസ് ഓർ പ്രൊസീജിയേഴ്സ് ഓഫ് ദ എംപ്ലോയ്മെന്റ്, നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ചില റൂൾസ് റെഗുലേഷൻസ് പോളിസീസ് ഒക്കെ ഉണ്ടായിരിക്കും. കൃത്യസമയത്തിന് വരണം, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ആ ഡ്യൂട്ടി അല്ലെ, അതിന്റെ ഇടയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടാണ് ജോലി ചെയ്തു തീർക്കുക. അല്ലാണ്ട് എനിക്ക് തോന്നണ പോലെ ഞാൻ വരുന്നു, തോന്നുമ്പോ ചെയ്യുന്നു, ഞാൻ ഈ സമയത്ത് ഫ്രീ ആയതുകൊണ്ട് എനിക്ക് ഇപ്പോഴേ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ സൗകര്യത്തിനല്ല. അവിടെ കുറെ പോളിസീസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അത് ഫോളോ ചെയ്താൽ നമ്മൾ പോകുന്നത്. ഇഫ് യു ആർ എന്താ പറയാ പെർഫോമിംഗ് അഗേൻസ്റ്റ് ദാറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചിട്ടാണ്, വയലേറ്റ് ചെയ്തിട്ടൊക്കെ ആകുമ്പോ എന്ത് പറ്റും, മാനേജ്മെന്റിന് അത് ഇഷ്ടാവില്ല. അവരെന്ത് ചെയ്യും, അതിനനുസരിച്ച് നമ്മളോട് പ്രതികരിക്കും. ആ പ്രതികരണം ചിലപ്പോ മനസ്സിൽ കരുതി കൂട്ടി പ്രതികരിക്കും. അത് ടീച്ചർ നേരെ വൈകി വരുന്നു, എല്ലാ ദിവസവും നേരെ വൈകിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത് അല്ലെ, 1:30 ക്ലാസ് തുടങ്ങണ്ടേ സ്റ്റുഡൻസിന്, പക്ഷെ ടീച്ചർ എല്ലാ ദിവസവും 1:35 1:45 ആകുമ്പോഴാണ് ക്ലാസ്സിൽ കയറുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, എനിക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നു. അപ്പൊ ആക്ഷൻ എടുത്തത് ചിലപ്പോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കാം ചിലപ്പോ അവർ റിയാക്ട് ചെയ്തത്. വഴക്ക് പറയണമെന്ന് തന്നെ നിർബന്ധമില്ല, വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കാം നമ്മളോട് റിയാക്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ് വരും, എന്താ ഞാനത് അങ്ങനെ ചെയ്തതുകൊണ്ട് എന്നോടാണ് അങ്ങനെ ചെയ്തത്. അത് അവർ കരുതിക്കൂട്ടി ചെയ്യാം, അതല്ല അങ്ങനെയൊന്നും ചെയ്തല്ല, അങ്ങനെയൊന്നും ഓർത്തിട്ടല്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളോട് അങ്ങനെ പെരുമാറിയത്. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ് റിയൽ ആയിക്കോട്ടെ ഇമാജിൻഡ് ആയിക്കോട്ടെ, എംപ്ലോയീസിന്റെ മനസ്സിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഇൻജസ്റ്റിസ്, പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായ അന്യായമായവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗ്രീവൻസ് എന്നാണ് കീത്ത് ഡേവിസ് പറയുന്നത്.
ഡെഫിനിഷൻ എഴുതിയിരിക്കുന്ന ആളും അടക്കം അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓരോ ഡെഫിനിഷനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇങ്ങനെ വരാം. അക്കോർഡിംഗ് ടു ഡാഷ്, grievance is any real or imagined feeling of personal injustice which an employee has concerning his employment relationship. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ് ഡാഷ് ഈസ് എനി റിയൽ ഓർ ഇമാജിൻഡ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഏത് വിധാനയും ചോദിച്ചാലും നമുക്ക് കൃത്യമായി ആൻസർ ചെയ്യണമെങ്കിൽ ഡെഫിനിഷൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ആ ഒരു കഷ്ണം ഡെഫിനിഷനിലെ എന്താ പറയാ, നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാവുന്ന ഒരു കഷ്ണം മനസ്സിലോർത്താൽ മതി. ഒന്നാമത്തേല് കീത്ത് ഡേവിസിന്റെ ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ്, ആ ഒരു ഫ്രേസ് ഓർത്താൽ മാത്രം മതി. അപ്പൊ കീത്ത് ഡേവിസിന്റെ ഡെഫിനിഷൻ ആണ് അതൊന്ന് മനസ്സിലാവും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓരോ ഡെഫിനിഷനും അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സെന്റൻസോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫ്രേസോ ഒരു പെർട്ടിക്കുലർ വാക്കോ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിട്ട് അത് കണക്ട് ചെയ്ത് ഇന്നാളുടെ ഡെഫിനിഷൻ അങ്ങനെ പഠിക്കാം. കാരണം എന്തായാലും ഡെഫിനിഷൻ നമുക്ക് മുറിക്കാൻ പാടില്ല. ഡെഫിനിഷൻ വിച്ച് ഈസ് റിട്ടൺ ഇറ്റ് ഈസ് റിട്ടൺ. അത് എഴുതിയവര് എഴുതിയ പോലെ തന്നെ വെച്ചിരിക്കുന്ന, അതിൽ മാറ്റം വരുന്നത് നമുക്ക് പാടില്ല. അവരുടെ അഭിപ്രായമാണ്, അവരുടെ ഒപ്പീനിയൻ ആണ് അവര് ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ. അടുത്ത പറഞ്ഞോട്ടെ. ഗ്രീവൻസിനെ മറ്റൊരാള് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു പ്രൊഫസർ ജൂസിയസ്. എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഗ്രീവൻസ്? നമുക്ക് നോക്കാം. Grievance is any discontent or dissatisfaction, whether expressed or not, whether valid or not, arising out of anything connected with the company that an employee thinks, believes, or even feels as unfair, unjust, or inequitable. അതായത് ഇത് മറ്റൊരു ഡെഫിനിഷൻ ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ജൂസിയസിന്റെ ഡെഫിനിഷൻ ഏതാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ വാക്കുകൾ അവിടെ ഉണ്ട്. വേണമെങ്കിൽ അൺഫെയർ, അൺജസ്റ്റ്, ഇൻഇക്വിറ്റബിൾ ആ വേർഡ്സുകൾ ഓർത്താൽ മതി. അത് നമ്മുടെ പ്രൊഫസർ ജൂസിയസിന്റെ ഡെഫിനിഷനിലുള്ളതാണ്. എന്താണ് ഗ്രീവൻസ് എന്ന് പറയുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള താല്പര്യക്കുറവ്, സംതൃപ്തിക്കുറവ്, അത് മേ ബി എക്സ്പ്രസ്ഡ് ഓർ നോട്ട്. അത്ര താല്പര്യക്കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മാനേജ്മെന്റിനെ അറിയിക്കണം. മാനേജ്മെന്റിനോട് അവരാരാണോ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആള്, ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തില് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേ ബി എക്സ്പ്രസ്ഡ്, അത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം. മാനേജ്മെന്റിൽ അറിയിച്ചിട്ടുണ്ടാകാം. ചില കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം, എന്നാലും എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? അല്ലെ? എനിക്ക് എന്തെങ്കിലും കുറവുകള്, പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി എന്നോട് പറയണം. അവിടെ ഇവിടെ പോയിരുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഇല്ല അല്ലെ? അവിടെ എവിടെയും പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് ഐ ഹാവ് എനി ഡിഫക്ട്സ്, ഐ ഹാവ് സം ലിമിറ്റേഷൻസ്. എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല, മനുഷ്യന്മാരെല്ലാവരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിൽ പോരായ്മകളും കുറവുകളും പല രീതിയിലും ഉണ്ടാകും അല്ലെ? അപ്പൊ ആ കുറവുകളെ നമുക്ക് പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരണമെങ്കിൽ ആ കുറവുകൾ അല്ലെങ്കിൽ അത്തരം പോരായ്മകൾ എന്താണെന്ന് ആളെ അറിയിക്കുക. ഇതൊരു കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയാം. സോ ദാറ്റ് ദേ ക്യാൻ കറക്റ്റ് ഇറ്റ്. അവർക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ആ ഒരു കാര്യത്തെ ഇല്ലാതാക്കി നല്ല രീതിയിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഈ ഗ്രീവൻസുകൾ അവർക്കുണ്ടാകുന്ന ഡിസ്കണ്ടന്റ്മെന്റ്, താല്പര്യക്കുറവ്, ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവര് അറിയിച്ചിട്ടുണ്ടാകാം, അറിയിക്കേണ്ടവര്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലായിരിക്കാം. കണക്റ്റഡ് വിത്ത് ദ കമ്പനി, അതായത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടാണ്. പുറത്തെന്തെങ്കിലും എനിക്ക് താല്പര്യക്കുറവുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോ അടിയിട്ടിട്ടാ പോകുന്നത്, വഴക്കിട്ടിട്ടാ പോകുന്നത്, അവിടുത്തെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യക്കുറവോ ഡിസാറ്റിസ്ഫാക്ഷനോ വന്നിട്ട് നമ്മുടെ ബിസിനസ്സിനകത്ത് പ്രകടിപ്പിച്ചിട്ട് അത് ഗ്രീവൻസ് അല്ല. കണക്റ്റഡ് വിത്ത് ദ കമ്പനി, കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് കമ്പനിയിൽ നിന്ന് ഉടലെടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യക്കുറവോ തൃപ്തിക്കുറവോ ഉണ്ടെങ്കിൽ അത് പ്രദർശിപ്പിച്ചതാകാം, പ്രകടിപ്പിക്കാത്തതാകായിരിക്കാം. അതില് എംപ്ലോയിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? അൺഫെയർ, ന്യായമല്ല, നീതിയല്ല, ഫെയർ അല്ല, അൺജസ്റ്റ്. അതന്നെ വാക്കുകളുടെ ഓരോ വേറെ വേറെ പദങ്ങളാണ്. ഇന്നിക്വിറ്റബിൾ, ഇത് എന്താ പറയാ, അവരോട് അങ്ങനെ ചെയ്തു, നമ്മളോട് ഇങ്ങനെ എന്താ, ഇന്നിക്വിറ്റബിൾ, ഈക്വലായിട്ട് കാണാതെ, സമത്വമില്ലാത്ത രീതിയിൽ അസമത്വം, അനീതി, എന്താ പറയാ, തുല്യതയില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുക. അവർക്ക് എംപ്ലോയീസ് തിങ്ക് ചെയ്യുക, അവരുടെ മനസ്സിൽ അങ്ങനെ തന്നെ ആലോചിക്കുക. കമ്പനിയുമായി ബന്ധപ്പെട്ട ഇത്തരം അന്യായവും അക്രമവും അതുപോലെ തന്നെ അനീതിയും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നു ഉണ്ടെങ്കിൽ അതിനെയാണ് ഗ്രീവൻസ് എന്നാണ് ആര് പറയുന്നത്? പ്രൊഫസർ ജൂസിയസ് പറയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് പ്രൊഫസർ ജൂസിയസ് കൊടുത്തിരിക്കുന്നത്. കീത്ത് ഡേവിസ് വളരെ ചുരുങ്ങിയ രീതിയിൽ പേഴ്സണൽ ഇൻജസ്റ്റിസ്, വ്യക്തിപരമായിട്ട് എനിക്ക് അന്യായമായി തോന്നി, അതല്ലേ എന്റെ ജോലി സ്ഥാപനത്തില് എന്നോട് കാണിക്കുന്ന ഈ ചില കാര്യങ്ങള് നമുക്ക് ഓർഗനൈസേഷനിൽ ചിലപ്പോൾ എനിക്കത് അന്യായമായി തോന്നി. ആ ഒരു കാര്യം മാത്രമേ കീത്ത് ഡേവിസ് പറഞ്ഞിട്ടുള്ളൂ.
മനസ്സിലായല്ലോ? രണ്ടാമത്തെ ഡെഫിനിഷൻ ക്ലിയർ ആയോ? അക്കോർഡിംഗ് ടു പ്രൊഫസർ ജൂസിയസ്, അണ്ടർലൈൻ ചെയ്യണം. വിത്ത് ഡബിൾ ഇൻവെർട്ടർ കോമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ആകുന്നത് വരെ അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തേത് ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞത് കീപ് ഡേവിസ് എന്ന് ഓർക്കുമ്പോ ആ ഒരു ഡെഫിനിഷൻ അങ്ങനെ നമ്മൾ കാണാതെ പഠിച്ച് എഴുതുന്നില്ല. കാരണം അവർ എക്സാം ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യനോ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കുണ്ട്. ഓക്കെ, എന്നാലും 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് എന്തായാലും ഡെഫിനിഷൻ എന്താണെന്ന് കോട്ട് ചെയ്യാൻ നമ്മളോട് പറയാറില്ല. ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ തരും. ആ ഡെഫിനിഷനിൽ ഒന്നില്ലെങ്കിൽ അത് എഴുതിയ ആളുടെ പേരായിരിക്കും മിസ്സാകുക, എന്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണോ അതായിരിക്കും ചിലപ്പോൾ മിസ്സാകുക. സോ അപ്പൊ നിങ്ങൾ ആ ഒരു ഡെഫിനിഷൻ ആക്കുന്ന ആ ഒരു വേർഡ് ഒന്ന് എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പേഴ്സണൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന വേർഡ് കോൺസെൻട്രേറ്റ് ചെയ്താൽ അത് കീപ് ഡേവിസിന്റേതാണ്. അടുത്തത് അക്കോർഡിംഗ് ടു പ്രൊഫസർ ജൂസിയസിൽ ഞാൻ നേരത്തെ പറഞ്ഞു അൺഫെയർ, അൺജസ്റ്റ്, അൺഇക്വിറ്റബിൾ എന്നൊക്കെ പറയുന്ന ഒരു വേർഡുകൾ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ അത് ഇന്നാളുടെ ഡെഫിനിഷൻ ആണെന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് വൺ അക്കോർഡിംഗ് ടു ഡെയിൽ യോദർ ആണ്. ഡെയിൽ യോദറിന്റെ അഭിപ്രായത്തിൽ എന്താണ്? ഗ്രീവൻസ് ഈസ് എ റിട്ടൺ കംപ്ലൈന്റ് ഫൈൽഡ് ബൈ എൻ എംപ്ലോയി ആൻഡ് ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. റിട്ടൺ കംപ്ലൈന്റ് ചെയ്താണ് എംപ്ലോയി, ഇന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇതൊന്നും ഞങ്ങൾ വെച്ച് ഓർമ്മിക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, അപ്പൊ ഒരു എംപ്ലോയിക്കോ അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിനും കൂടിയോ വേണ്ടിയിട്ട് അവർ എഴുതി തയ്യാറാക്കിയ രീതിയിൽ ഒരു കംപ്ലൈന്റ് എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റിനെ അറിയിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഡീലിംഗ് വിത്ത് ഓർ ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. ഞങ്ങൾ ഇങ്ങനെ അൺഫെയർ ആയിട്ടാണ്, തുല്യമല്ല, ഞങ്ങളെ അന്യായമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവരോട് 2 രീതിയിൽ വകഭേദം കാണിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല എന്നതൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു റിട്ടൺ കംപ്ലൈന്റ് ഇഫ് ഇറ്റ് ഈസ് സബ്മിറ്റഡ് അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രീവൻസ് എന്നാണ് ഡെയിൽ യോദർ പറയുന്നത്. ക്ലിയർ ആയോ? ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റിട്ടൺ കംപ്ലൈന്റ്, ആ വാക്ക് ഓർത്താലും മതി. റിട്ടൺ കംപ്ലൈന്റിനെ കുറിച്ച് പറയുന്നത് ഡെയിൽ യോദർ മാത്രമേ ഉള്ളൂ. റിട്ടൺ കംപ്ലൈന്റ് ആയിരുന്നു. മറ്റേത് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു, പേഴ്സണൽ ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞു. അവിടെ റിട്ടൺ കംപ്ലൈന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഉപയോഗിച്ചിട്ടില്ല. സോ ആ ഫ്രേസ് ഉപയോഗിച്ചിരിക്കുന്നത് ഡെയിൽ യോദർ ആണ്. According to Dale Yoder, grievance is a written complaint filed by an employer and claiming unfair treatment. Clear ആയല്ലോ? 3 ഡെഫിനിഷൻസ് 3 ആളുകൾ എഴുതിയത് നമ്മൾ പഠിച്ചു. ആരൊക്കെയത്? 3 ഡെഫിനിഷൻസ് പ്രൊവൈഡഡ് ബൈ കീപ് ഡേവിസ്, ഡെയിൽ യോദർ ആൻഡ് പ്രൊഫസർ Jusius. And also one more definition, definition which is provided by International Labour Organization, which is also written as ILO. നമുക്ക് ILO എന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? അബ്രീവിയേറ്റ് ചെയ്ത് പറയാം. ഇതിന്റെ അബ്രീവിയേഷൻ ഫോം ആണ് ILO. ILOന്റെ ഫുൾ ഫോം ആണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിൽ ഒരു ILO എന്ന് നിങ്ങൾ മുകളിൽ എഴുതി വെച്ചേക്ക്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം ILO കേട്ടോ, ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് ILOന്റെ ഫുൾ ഫോം എന്താണെന്ന്. ഓക്കെ, ഇനി എന്താണ് ILOന്റെ അഭിപ്രായത്തില് ഈ ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ? ഗ്രീവൻസ് എന്ന് പറയുന്നത് ഈസ് എ കംപ്ലൈന്റ് ഓഫ് 1 or more വർക്കേഴ്സ്. ഇവിടെ ഒരാളല്ല, 1ൽ കൂടുതൽ വർക്കേഴ്സ് ആണെങ്കിലും അവരുടെ വേജസിനെ സംബന്ധിക്കുന്നത്, വേജസ്, അലവൻസസ്, കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സർവീസ് സ്റ്റിപ്പുലേഷൻസ് കവറിംഗ് സച്ച് ആസ് ഓവർ ടൈം ലീവ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, സെക്യൂരിറ്റി, ജോബ് അസൈൻമെന്റ് ആൻഡ് ടെർമിനേഷൻ ഓഫ് സർവീസ്. അതായത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു കംപ്ലൈന്റ് ആണ്. ഒന്നില്ലെങ്കിൽ ഒരു വർക്കർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള എംപ്ലോയീസിനൊക്കെ അവരുടെ പല കാര്യങ്ങളെ സംബന്ധിക്കുന്ന ചില കംപ്ലൈന്റുകൾ, എന്തൊക്കെ കാര്യങ്ങളെ സംബന്ധിക്കുന്ന കംപ്ലൈന്റ് ആകാം. ചിലപ്പോൾ അവർക്ക് ഓഫർ ചെയ്ത വേജസ് ഇത്ര, പക്ഷെ അത്രയും കൊടുക്കണില്ല. അപ്പൊ അവർക്ക് കംപ്ലൈന്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. ഇത്ര രൂപ സാലറി അല്ലെങ്കിൽ വേജസ് തരാന്ന് പറഞ്ഞു, പക്ഷെ ഓഫർ ചെയ്ത അത്രയും എത്തുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല. അപ്പൊ അത് അവർ കംപ്ലൈന്റുകളായിട്ട് എന്താ പറയാ ഉന്നയിക്കും അല്ലെ, കംപ്ലൈന്റുകൾ പരാതിയായിട്ട് ഇങ്ങനെ വെളിപ്പെടുത്തും. പിന്നെ അവർക്ക് വർക്കിംഗ് കണ്ടീഷൻസ് ആയിട്ട് ഇന്ന സൗകര്യം ഉണ്ട്, വർക്കിങ്ങിന് ഇന്ന സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ആവശ്യത്തിന് വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഫേവറബിൾ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ there are a lot of employees working. ഒരുപാട് ജോലിക്കാരൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയാ അവരുടെ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വേണം, വാഷ്റൂമുകൾ നല്ലത് വേണം. അപ്പൊ ഇത്രയും എണ്ണം ഇത്ര എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടെങ്കിലും എന്ത് വേണം? ടോയ്ലറ്റ്സും മറ്റു വാഷ്റൂംസും ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതൊക്കെ നല്ല രീതിയിലല്ല. ഇനി ഉള്ളത് തന്നെയൊക്കെ ആണെങ്കിലും കൃത്യമായിട്ട് വൃത്തിയായിട്ടൊന്നും സൂക്ഷിച്ചിട്ടില്ല. അതൊക്കെ ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതൊക്കെ എപ്പോഴും ഹൈജീനിക് ആയിട്ട് ക്ലീൻ ആയിട്ടൊക്കെ വെക്കുക എന്നുള്ളത്.
അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ അൺഹൈജീനിക് ഒക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ പലതരത്തിലുള്ള രോഗാണുകളൊക്കെ പെരുകി രോഗങ്ങളൊക്കെ എംപ്ലോയീസിന് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് രോഗികളായാൽ ഒരുപാട് പേര് ലീവിൽ പോകും. ലീവുകൾ കുറെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഓപ്പറേഷൻസ് ഒന്നും ഓർഗനൈസേഷനിൽ നടക്കില്ല അല്ലെ. അപ്പൊ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന ലാഭത്തിലേക്കോ ലക്ഷ്യത്തിലേക്കോ എത്താനും പറ്റില്ല. കണ്ടോ? അപ്പൊ ഒരുപാട് അതിന്റെ പിന്നാലെ തുന്നി കുറെ കാര്യങ്ങൾ വരും. സോ അപ്പൊ ഓർഗനൈസേഷനിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഗ്രീവാൻസുകൾ, അതായത് കംപ്ലൈന്റുകളൊക്കെ വരുമ്പോൾ അവരുടെ വേജസ്, അവർക്ക് കിട്ടേണ്ട അലവൻസ്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, പിന്നെ അവരുടെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സർവീസ് സ്റ്റിപ്പുലേഷൻസ്, അവരുടെ സേവനങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, ആ കാര്യങ്ങളെ കുറിച്ച്, സേവനത്തിന് അവർ കൊടുക്കുന്ന ബെനിഫിറ്റുകളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. എന്തൊക്കെ അലവൻസുകളും ബെനിഫിറ്റ്സും ഒക്കെ ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാണ്ട് വരുമ്പോ പിന്നെ എന്താ പറയാ, ഓവർ ടൈം OT ഒക്കെ എടുക്കുമ്പോ, അതായത് നൈറ്റ് ഷിഫ്റ്റ് എടുക്കോ അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്യുമ്പോഴൊക്കെ ഒരു ലീവ്, അപ്പൊ OTക്ക് ഒരു ലീവ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാണ്ട് വരുമ്പോഴും അവർക്ക് കംപ്ലൈന്റ് ഉണ്ടാകും. പിന്നെ ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ ഒരുപാട് ദൂരേക്കൊക്കെ അല്ലെ, അല്ലെങ്കിൽ അവർ ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ദൂരെ നിന്നൊക്കെയാണ് ജോലിക്ക് വേണ്ടി വരുന്നത്. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു, എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയി, പക്ഷെ എന്നിട്ടും ഇതുവരെ നമുക്ക് ജോലി വീടിന്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് മാറ്റി തരുന്നില്ല. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ഡിസാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടാകും, പ്രൊമോഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് ഉണ്ടാകാം, അവരുടെ ജോബ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അവർ കൊടുക്കുന്ന ജോബ്, അങ്ങനെ ടെർമിനേഷൻ വരെ. ടെർമിനേഷൻ എന്താ? സെപ്പറേഷൻ ആണ്. ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ they may have some complaints. ഇതെല്ലാം ആണ് എന്തെന്ന് വിളിക്കുക? ഗ്രീവൻസ് എന്നാണ് ആര് പറയുന്നത്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത് കേട്ടോ. ILO ലേബർ ഓർഗനൈസേഷൻ ലേബറേഴ്സിന് വേണ്ടിയിട്ടുള്ളതാ, ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാ. അപ്പൊ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അങ്ങനെ ഒരു ഗ്രീവൻസിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ ഏതൊക്കെയാണെന്ന്? ആ വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്താൽ മതി. ഓവർ ടൈം ലീവ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, സെക്യൂരിറ്റി, ജോബ് അസൈൻമെന്റ്, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡെഫിനിഷനിലാണ്. ക്ലിയർ ആയോ? എല്ലാത്തിന്റെയും കാര്യം ഒന്ന് തന്നെ. എന്താണ് എല്ലാത്തിന്റെയും മെയിൻ കാര്യം? എന്താ? ഗ്രീവൻസ് എന്ന് പറയുന്നത് ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ്, കംപ്ലൈന്റ്, ഇതൊക്കെ തന്നെയാണ്. എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള മെയിൻ കാര്യം ഗ്രീവൻസിന്റെ കാരണം ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെ പല രീതിയിൽ പല എന്താ പറയാ ആളുകളും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ILOന്റെ ഫുൾ ഫോം എന്താ പറയാ പഠിക്കാൻ മറക്കണ്ട, ഓർത്തിരിക്കുക. ഓക്കെ, സോ 4 ഡെഫിനിഷൻസ് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ, ദെൻ അടുത്തത് ഫോംസ് ഓഫ് ഗ്രീവൻസസ് ആണ്. എന്താണ് ഫോംസ് ഓഫ് ഗ്രീവൻസ്? ഇനി ഏതൊക്കെ രീതിയിൽ ഈ ഗ്രീവൻസുകൾ ഉണ്ട്, ഏതൊക്കെ രൂപഭാവം നമ്മുടെ ഗ്രീവൻസിന് വരാം, ഏത് രീതിയിലുള്ള രൂപത്തിലാണ് ഗ്രീവൻസുകൾ വരുന്നത്? പ്രധാനമായിട്ടും ഗ്രീവൻസിന് 3 രീതികളാണ്. ഏതൊക്കെയാണെന്നറിയാമോ? ഫാക്ച്വൽ ഗ്രീവൻസ്, ഇമാജിനറി ഗ്രീവൻസ് ആൻഡ് ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ്. ഇതൊക്കെ ഫാക്ച്വൽ എന്നാണ്, FACTUAL എന്നാണ്. ആ പോയിന്റില് നമ്പർ 1 ഇട്ടിരിക്കുന്നതിന്റെ കൂടെ അതില് അവിടെ സ്പെല്ലിംഗിൽ ചെറിയ വ്യത്യാസം. അവിടെ ഫ്രാക്ച്വൽ എന്ന് എഴുതിയിരിക്കുന്നത് ആറില്ല കേട്ടോ, ആറില്ല. ഒന്ന് സ്ട്രൈക്ക് ചെയ്യണം. ഇതിന്റെ ഇപ്പുറത്ത് കറക്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തപ്പോ കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് വന്നിട്ടുണ്ട്. മറ്റേതൊന്ന് 6 ഉണ്ടെങ്കിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്തേക്കാം, വെട്ടി കളഞ്ഞേക്കാം. ഫാക്ച്വൽ FACTUAL എന്നാണ്. നിങ്ങളുടെ നോട്ടിലൊക്കെ ചിലപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മള് പഠിപ്പിച്ച് കണ്ടപ്പോ അങ്ങനെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വരുന്നതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറയണ്ടായിരുന്നു. മറ്റാണോ? ഫാക്ച്വൽ തന്നെയാണോ എന്ന് പറഞ്ഞേ, ഉറങ്ങരുതിട്ടാ. എംപ്ലോയീസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പൊ നമുക്ക് എന്താ പറയാ അധികം ഇതിൽ എന്താ പറയാ ബോറടിക്കുന്ന ഒരു ടോപ്പിക് അല്ല. കറക്റ്റ് ആണോ? FR ഉണ്ടോ? 6 ഉണ്ടെന്നാണോ സൂര്യ പറയുന്നേ? ഫ്രാക്ച്വൽ ആയിരുന്നു. ഓക്കെ, അന്ന് തിരുത്തണേ, കണ്ണിപ്പെട്ടുണ്ടാവില്ല അവരുടെ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഫാക്ച്വൽ ഗ്രീവൻസ്, രണ്ടാമത്തേത് ഇമാജിനറി ഗ്രീവൻസ് ആൻഡ് ദ തേർഡ് വൺ ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ്. എന്താണ് ഇത് മൂന്നും എന്ന് നോക്കാം. അപ്പൊ ഈ രീതിയിലൊക്കെ ഗ്രീവൻസുകൾ വരും എംപ്ലോയീസിന്. ഇപ്പൊ നമ്മളാണെങ്കിലും എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലിക്ക് പോകുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ നമുക്കും ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നേക്കാം. ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഗ്രീവൻസുകൾ മാനേജ് ചെയ്താലും ഒരു പരിധി വരെ ഏത് രീതിയിലും നമ്മൾ മാനേജ് ചെയ്താലും എങ്ങനെയെങ്കിലൊക്കെ ചില ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള അതൃപ്തി അല്ലെങ്കിൽ താല്പര്യക്കുറവൊക്കെ ചിലപ്പോഴൊക്കെ എംപ്ലോയീസിന്റെ ഇടയിൽ പൊങ്ങും.
എത്ര നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്താലും എന്താണ് അത് കംപ്ലീറ്റ്ലി 100% നമുക്ക് അതിനെ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ പരിഹാരം കാണാനോ മാനേജ് ചെയ്യാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിന്നൊക്കെ ഇതുപോലുള്ള കംപ്ലൈന്റുകൾ ഉയരാൻ സാധ്യതയുണ്ട്. സോ അത് ഇടയ്ക്ക് രീതിയിലാണ്. ഒന്നാമത്തേത് ഫാക്ച്വൽ ഗ്രീവൻസ് ആണ്. ഇവിടെ നമുക്കറിയാം there is a relationship between the employer and the employee on the basis of their employment contract. ഓരോ ബിസിനസ്സിലും ജോലിക്ക് കയറുമ്പോൾ ആ ജോലി കൊടുക്കുന്ന ആളും ജോലി കിട്ടുന്ന ആളും തമ്മിൽ ഒരു കോൺട്രാക്ട് അവിടെ ചെയ്യപ്പെടുന്നുണ്ട്. എന്താ? ജോലി കൊടുക്കുന്ന ആൾക്ക് നീ ഇന്ന ജോലിയൊക്കെ ഇവിടെ ഇത്ര രൂപ സാലറിക്ക് നീ ഇന്ന ജോലിയൊക്കെ കൃത്യ സമയത്തിന് വന്ന് കൃത്യനിഷ്ഠയോടെ ഇവിടുത്തെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ അനുസരിച്ച് നീ ജോലി ചെയ്യണം എന്ന് എംപ്ലോയർക്കും, ഇതെല്ലാം ഈ പറയുന്ന കണ്ടീഷൻസും കാര്യങ്ങളും വ്യവസ്ഥകളൊക്കെ പാലിച്ച് ആ കൃത്യസമയത്തിന് വന്ന് ഈ ശമ്പളത്തിന് ജോലി ചെയ്യാമെന്ന് എംപ്ലോയിയും തമ്മിൽ ഏറ്റെടുക്കുന്ന ഒരു കരാർ. അതാണ് എന്ത്? ആ ഒരു കരാർ ബന്ധമാണ് ആര് തമ്മിലുള്ളത്? എംപ്ലോയറും എംപ്ലോയിയുടെ തമ്മിലുള്ളത്. അല്ലേ? അങ്ങനെയല്ലേ? ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണോ? അല്ലാണ്ട് വേറെ എന്തെങ്കിലും വായിച്ച കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണോ? അല്ല, നമ്മൾ അവിടെ എന്താണോ ഓർഗനൈസേഷൻ നമുക്ക് ഇപ്പൊ ഞാൻ ടീച്ചിങ് ആണ്, ടീച്ചിങ് എന്ന് പറയുന്ന ജോലി എനിക്ക് തന്നേക്കണം. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള പഠിപ്പിക്കുക, മോക്ക് ടെസ്റ്റ് കൊടുക്കുക, കൃത്യസമയത്തിന് ടീച്ചർ ക്ലാസ്സിൽ വരിക, കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ഒരു കോൺട്രാക്ട് ഈസ് ദർ ബിറ്റ്വീൻ മീ ആൻഡ് അവർ എംപ്ലോയർ. ഞങ്ങളുടെ എംപ്ലോയറും ഞാൻ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട് അവിടെ. ആ കോൺട്രാക്ട് കരാർ ഇങ്ങനെ എഴുതിയൊന്നും വെക്കുന്നില്ല എങ്കിലും ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് അതവിടെ ഒരു കോൺട്രാക്ട് എന്താ പറയാ അവിടെ എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഇതില് നമ്മൾ വ്യവസ്ഥ നമ്മുടെ എംപ്ലോയ്മെന്റിൽ കയറുന്ന സമയത്ത് അത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും അങ്ങനെ തന്നെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത് വി ഹാവ് ടു ഫോളോ അക്കോർഡിംഗ് ടു ദ നോംസ്, അക്കോർഡിംഗ് ടു ദ റൂൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ എന്താ പറയാ നിയമങ്ങൾക്ക് ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കോൺട്രാക്ട് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ദ എംപ്ലോയി ഹാവ് സം എക്സ്പെക്ടേഷൻസ്. അതായത് ഓരോ ജോലിക്ക് പോകുമ്പോഴും ഓരോ എംപ്ലോയിക്കും അവരുടേതായ ചില പ്രതീക്ഷകളുണ്ട്. എന്താണ്? ഈ ഒരു ജോലി കൊണ്ട് ഐ ക്യാൻ മീറ്റ് മൈ റിക്വയർമെന്റ്സ്, എന്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് ഇന്നത് നിറവേറ്റാം, അന്നത് നിറവേറ്റാം. അങ്ങനെ നമ്മൾ ഓരോ എയിം ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമുക്ക് നിറവേറ്റാൻ. ആ ജോലി ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് ആ റിക്വയർമെന്റ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള എംപ്ലോയീസിന്റെ ഒരു എക്സ്പെക്ടേഷൻ എല്ലാ എംപ്ലോയീസും ഉണ്ട്. when these expectations are not met by the organization, പക്ഷേ ആ എക്സ്പെക്ടേഷൻസ് ആ പ്രതീക്ഷയുമായിട്ട് നമ്മൾ ജോലിക്ക് കയറുന്നു. പക്ഷെ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ എക്സ്പെക്ടേഷൻസിന് ബിയോണ്ട് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രതീക്ഷയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ എംപ്ലോയി ഷുവർലി ഗെറ്റ്സ് ഡിസപ്പോയിന്റഡ്. തീർച്ചയായിട്ടും എംപ്ലോയീസിന് എന്ത് തോന്നും? നിരാശ തോന്നും. പറഞ്ഞപ്പോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഇങ്ങനെയല്ലായിരുന്നോ, അത് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയായിരുന്നോ പറഞ്ഞ് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ഫോം ഓഫ് ഗ്രീവൻസ്, ആ ഡിസപ്പോയിന്റ്മെന്റ്, ആ ഒരു തരത്തിലുള്ള നിരാശ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാക്ച്വൽ ഗ്രീവൻസ് എന്ന് വിളിക്കാം. ഇത് എന്താ പറയാന്നറിയാമോ? ഇതിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളോട് ജോലിക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, നമ്മള് ഇന്റർവ്യൂ ചെയ്യുന്നു, ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഇന്റർവ്യൂലൊക്കെ നമ്മൾ പാസ്സായി, റിട്ടൺ ടെസ്റ്റ് ഉണ്ടാക്കി അതും പാസ്സായി, എല്ലാം കഴിഞ്ഞു. നമ്മൾ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മളോട് ഇന്ന സാലറിയാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്, ഈ സാലറിയാണ്. അപ്പൊ ആ സാലറി പാക്കേജ് ഇങ്ങനെയാണ്, സാലറിയുടെ ഇത്ര മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ അടുത്ത മാസം അല്ല അടുത്ത വർഷം മുതൽ 5% വർധനവ് വരും, അത് ഇതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ വെൻ വി ആർ എന്താ പറയാ ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തായി നമ്മുടെ ജോലിയൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് പോകുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 5% ഇൻക്രീസ് ഇൻ സാലറി ഉണ്ടാവും എന്ന് പറയുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നു? ആ ഒരു വർഷം വരെ നമ്മൾ നോക്കിയിരുന്നു, നമുക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരുന്ന സാലറിയിൽ നിന്ന് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 ഇയർ, ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം തുടങ്ങി ഇത്ര സാലറി ഉണ്ടാവും. അടുത്ത വർഷം ജനുവരിയുടെ സാലറി കിട്ടി, പക്ഷെ നോക്കുമ്പോൾ എന്താണ്? പഴയ സാലറി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ പ്രതീക്ഷയെ അവിടെ സ്ഥാനത്താക്കി, അല്ലെ? നമ്മുടെ എക്സ്പെക്ടേഷനെ ഇല്ലാതാക്കിക്കൊണ്ട് അതെന്ത് ചെയ്യുന്നു? നമുക്ക് തരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് നമ്മൾ ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് തോന്നും? നല്ല നിരാശ തോന്നും. കാരണം ഈ മാസം എനിക്ക് ഈ എന്താ പറയാ ആദ്യത്തെ വർഷം കയറുമ്പോൾ തന്നെ നമ്മളോട് പറയാണ് നിങ്ങൾക്ക് 30,000 രൂപയാണ് സാലറി തരാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വർഷം മുതൽ നിങ്ങളുടെ സാലറിയുടെ ഒരു 5% ഇൻക്രിമെന്റ് തരും, 30,000ന്റെ 5% നിങ്ങൾക്ക് കൂട്ടി തന്നേക്കാം എന്ന് പറയുന്നു. അപ്പൊ 30,000ന്റെ 5% എത്രയാ? 30,000ന്റെ 5% അറിയോ? ആർക്കെങ്കിലും കണ്ടത്? 30,000ന്റെ 5%
20,000 എത്രയെങ്കിലും ഒരു സാലറി കൂട്ടിത്തരാമെന്ന് പറയുന്നു. 30,000 1,500 രൂപ നിങ്ങൾക്ക് കൂട്ടിത്തരാമെന്ന് പറയുന്നു. അത് പറയുന്നു. പക്ഷെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 ഇയർ, 1 വർഷം കഴിഞ്ഞു, അടുത്ത വർഷത്തെ സാലറി, അടുത്ത വർഷത്തിലേക്ക് ആദ്യത്തെ മാസത്തെ സാലറി കിട്ടുമ്പോഴും സെയിം 30,000 തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ എന്ത് പ്രതീക്ഷിക്കും? 31,500 രൂപ കിട്ടും. കാരണം അതിൽ നിന്ന് ഒരു 5% കൂടുതൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 31,500 രൂപ എന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ആ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് പഴയ സാലറി എന്ന് തരുമ്പോൾ വി ഗെറ്റ് ഡിസപ്പോയിന്റഡ്. നമുക്ക് എന്ത് തോന്നും? ഒരു നിരാശ തരും. ആ നിരാശയെ ആണ് എന്ത് വിളിക്കുക? ഫാക്ച്വൽ ഗ്രീവൻസ് എന്ന് വിളിക്കുക. ഫാക്ച്വൽ ഗ്രീവൻസിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ദാറ്റ് മീൻസ് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ലാതെ, ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ അല്ലാതെ ഫോൾട്ടി ആയിട്ട്, എന്ന് വെച്ചാൽ എന്താ, തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അത് അങ്ങനെ ഉണ്ടാകുന്ന തരം ഗ്രീവൻസ്, അതിനെയാണ് നമ്മള് ഫാക്ച്വൽ ഗ്രീവൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഒന്നാമത്തെ എന്താണ് ഫാക്ച്വൽ ഗ്രീവൻസ് എന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്ന സെന്റൻസ് പറയാം. The relationship of employer and employee is based on the organization's employment contract. അതൊരു സെന്റൻസ്. ഇനി അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുള്ളത്, when the expectations are not met by the organization, the employee gets disappointed with his work. This type of disappointment is known as factual grievance. When these expectations these venda, when the expectations are not met by the organization employees ന്റെ പ്രതീക്ഷകൾക്ക് എന്തിയില്ല, കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുന്നില്ല എങ്കിൽ, അവർക്കൊരു പ്രതീക്ഷ, ആശ ഒക്കെ കൊടുത്തിട്ട് ആ ആശയ്ക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിന് എന്ത് സംഭവിക്കും? ഡിസപ്പോയിന്റ്മെന്റ് സംഭവിക്കും. ആ ഡിസപ്പോയിന്റ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ച്വൽ ഗ്രീവൻസ്. ആ എക്സാമ്പിൾ കൂടി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫാക്ച്വൽ ഗ്രീവൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് സാധനം തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ ഒരു എക്സാമ്പിൾ അങ്ങനെ തന്നെ തന്നിട്ട് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ടൈപ്പ് ഓഫ് ഗ്രീവൻസ്. ഫാക്ച്വൽ ഗ്രീവൻസ് ആണോ, ഇമാജിനറി ആണോ, ഡിസ്ഗൈസ്ഡ് ആണോ? 3 രീതിയിലാണ് ഗ്രീവൻസ് ഉടലെടുക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഫാക്ച്വൽ ഗ്രീവൻസ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതുവരെ? ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? നോ ഡൗട്ട്സ്. നിങ്ങള് ഒന്ന് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണേ. ഒരാളിവിടെ സൂര്യ, വൈഷ്ണ, അങ്ങനെ 2-3 പേര് മാത്രമേ റെസ്പോൺസ് അറിയിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു തമ്പത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓർക്കം പോട്ടെ. ഓക്കെ, യെസ്. അടുത്തത് ഏത് ടൈപ്പ് ഓഫ് ഗ്രീവൻസ് ആണ്? ഇമാജിനറി ഗ്രീവൻസ് ആണ്. ഇവിടെ ഇതുപോലെ തന്നെയുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. എങ്ങനെ? ഡ്യൂ ടു റോങ് പെർസെപ്ഷൻ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ. ഇതുപോലെ ചില ആൾക്കാരുണ്ട് കേട്ടോ, എംപ്ലോയീസ്. അവര് സ്വന്തമായിട്ട് ഇങ്ങനെ ചില താല്പര്യക്കുറവ് കാണിക്കും. എന്തിന്റെ ബേസിസിലാണെന്ന് അറിയാമോ? റോങ് പെർസെപ്ഷൻ, തെറ്റായ ധാരണ. പിന്നെ എന്താ പറയാ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്തെങ്കിലും ഓർഗനൈസേഷനിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം വെക്കുക. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ എന്താന്ന് പറയോ, ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ. ആരെങ്കിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് മാനേജ്മെന്റിനെതിരായി, ഓർഗനൈസേഷനെതിരായി ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് മനസ്സിനെ മടുപ്പിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മളെ തന്നെ എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യണേ, ഓർഗനൈസേഷനോടുള്ള ഒരു എന്താ പറയാ, ഒരു വെറുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുക. അതുപോലെ അതാണ് ഇമാജിനറി ആണ്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷെ തെറ്റായ ധാരണകളോ ശരിയായ രീതിയിൽ നമ്മൾ നെഗറ്റീവായിട്ട് മാത്രം എപ്പോഴും മനോഭാവങ്ങൾ കൊണ്ടു നടക്കുന്നവരോ, അതുപോലെ തെറ്റായ ഇൻഫോർമേഷൻസ് ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയാണ്, മാനേജ്മെന്റ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാവുന്ന ഗ്രീവൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇമാജിനറി ഗ്രീവൻസ് വിളിക്കുക. ഓക്കെ, ഈ ഇമാജിനറി ഗ്രീവൻസിലെ എന്താ പറ്റാന്നറിയോ? ഇതൊക്കെ ഒരു മോശം കാര്യമാണ്. ഇറ്റ് മേക്സ് എന്താ പറയാ, നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ ഓർഗനൈസേഷൻ ഫോർ ലോങ് ടൈം. ഇത് ഇത്തരം തെറ്റിദ്ധാരണകള്
അല്ലെ, നമ്മൾ ശരിയായ രീതിയിൽ ധരിക്കാതെ തെറ്റായ ധാരണകളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടന്നാൽ എന്ത് പറ്റും? അത് ഓർഗനൈസേഷന്റെ ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. പെട്ടെന്നൊന്നും അത് മാഞ്ഞൂല്ല, അത് ഇങ്ങനെ കിടക്കും, കുറെ നാളത്തേക്ക്, ദീർഘകാലത്തേക്ക് ഇങ്ങനെ കിടക്കും. ആ തെറ്റായ ധാരണകൾ അങ്ങനെ കിടന്ന് എന്ത് ചെയ്യും? ഇറ്റ് ബ്രിങ്സ് ഓർ ഇറ്റ് ഡെവലപ്സ് എ നെഗറ്റീവ് ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ കുറിച്ചൊരു എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ആളുകളുടെ ഇടയിൽ കൊടുക്കുക. അങ്ങനെ വരുമ്പോ ആ നെഗറ്റീവ് ഇമേജ് കൊടുക്കുകയും ആൻഡ് അതോടൊപ്പം തന്നെ വിച്ച് മേ ഡിക്രീസ്, ആ പറഞ്ഞ സാധനം അവിടെ ഉള്ളിൽ കിടന്ന് അവരുടെ വർക്ക് എഫിഷ്യൻസിയെ, ഓരോരുത്തരും ചെയ്യുന്ന ജോലിയുടെ കാര്യക്ഷമതയെ നന്നായി ബാധിക്കും. അതായത് നല്ല രീതിയിൽ ജോലി ചെയ്യില്ല, വെറുതെ എന്തിനോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെ ഒരു മൈൻഡ് ആകും. വി ഹാവ് ടു ഡു അവർ വർക്ക് വിത്ത് മോർ കമ്മിറ്റ്മെന്റ്. നമ്മളെപ്പോഴും ജോലി ചെയ്യേണ്ടത് എങ്ങനെയാ? വളരെ കമ്മിറ്റ്മെന്റോട് കൂടി. അതായത് നമ്മൾ ഈ ജോലി ഇഷ്ടത്തോടെ എന്ത് ചെയ്യണം. ഞാനത് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അതിന്റെ ആ ഒരു ഫൈനൽ ആ ഒരു സ്റ്റെപ്പ് വരെ കൃത്യമായിട്ട് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ നിന്ന് തട്ടി വരേണ്ട ഒരു എന്താ പറയാ ഒരു ഇതാണ്, മനോഭാവമാണ് നമ്മുടെ ജോലിയെ കുറിച്ച്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഇൻക്രീസ്, അത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഇൻക്രീസ് അവർ എഫിഷ്യൻസി. അങ്ങനെ ഒരു മനോഭാവത്തോട് ജോലി ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ജോലിയുടെ എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും. ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി അതനുസരിച്ച് വർദ്ധിക്കും. അതേസമയം ഈ എപ്പോഴും നെഗറ്റീവ് അടിക്കുക, എന്തിനാ നമ്മളത് ചെയ്യണം, നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അതൊക്കെ അവർ ചെയ്തോളൂ, അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് അടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് അവരുടെ എഫിഷ്യൻസി കുറയ്ക്കും. എഫിഷ്യന്റ് ആയിട്ടൊന്നും ചെയ്യില്ല, ഒരു കടമ കാണിക്കുന്ന പോലെ ചെയ്തിട്ട് പോകും. അതുകൊണ്ട് ദിസ് ടൈപ്പ് ഓഫ് ഗ്രീവിയൻസ് ഷുഡ് ബി ഹാൻഡിൽഡ് വിത്തിൻ ടൈം. അപ്പൊ എന്തുകൊണ്ട് എന്ത് ചെയ്യണം അറിയാമോ? ഇത്തരം ഇമാജിനറി ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസ്കണ്ടന്റ്മെന്റ് ആളുകളുടെ ഇടയിൽ എന്തെന്ന് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അറിഞ്ഞാൽ, ഏത് വിധേനയും ആരെങ്കിലും പറഞ്ഞോ കേട്ടോ കണ്ടോ അറിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ പെട്ടെന്ന് കൈകാര്യം ചെയ്ത് അതങ്ങനെ ഇല്ലാണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് അവിടെ കിടന്ന് ഓർഗനൈസേഷനെ ഒരു നെഗറ്റീവ് ഇമേജ് കൊടുക്കുന്നത് വരെ ആൾക്കാർ പുറത്തുനിന്ന് പറയുന്നത് ഓ അത് ഒരു മോശം ഓർഗനൈസേഷൻ ആട്ടാ, ഒരു ഇല്ലാത്ത ബിസിനസ് സ്ഥാപനമാണത് എന്ന ഒരു ചിന്ത ആളുകളിലും പുറത്തേക്ക് അല്ലെ ആളുകളിലേക്ക് നമ്മളത് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഇമാജിനറി ടൈപ്പ് ഓഫ് ഗ്രീവൻസ് ഷുഡ് ബി ഹാൻഡിൽഡ് ഓർ ടു ബി ഡെൽറ്റ് വിത്ത് ഇമീഡിയറ്റ്ലി. അതിനെ നല്ല രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇമാജിനറി ഗ്രീവൻസ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇമാജിനറി ഗ്രീവൻസ് എന്താണെന്ന് വായിച്ചു നോക്ക്. വായിച്ചോ? അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇമാജിനറി ഗ്രീവൻസ് പറയുന്ന ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ വരെ അണ്ടർലൈൻ ചെയ്യാം. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇറ്റ് മേ ഡെവലപ്പ്. ഇറ്റ് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇമാജിനറി ഗ്രീവൻസ് ആണ്. അപ്പൊ ഇറ്റിന്റെ സ്ഥലത്ത് ഇമാജിനറി ഗ്രീവൻസ് ചേർത്ത് വായിച്ചിട്ട് വർക്ക് എഫിഷ്യൻസി വരെ അണ്ടർലൈൻ ചെയ്യാം. 2 സെന്റൻസ് ആണ് അതിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. തേർഡ് ഫോം ഓഫ് ഗ്രീവൻസ് ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് ആണ്. മൂന്നാമത്തെ രൂപം എന്താണ് ഗ്രീവൻസിന്റെ? ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് ആണ്. എന്താന്ന് നോക്കാം. അപ്പൊ ഇല്ലേ ഈ ഗ്രീവൻസിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു പ്രത്യേക തരം ഗ്രീവൻസ് ആണ്. That means the employee does not know what is the reason for his or her dissatisfaction. എന്താണ് തന്റെ തൃപ്തിക്കുറവ് അല്ലെങ്കിൽ താല്പര്യക്കുറവ്, അസംതൃപ്തിക്ക് തന്റെ കാരണം എന്താണെന്ന് പുള്ളിക്ക് എന്നെ വലിയ പിടുത്തൂല്ല. ആർക്ക്? എംപ്ലോയിക്ക്. എന്താ എനിക്കിപ്പോ ഒരു എന്താ പറയാ
മതിപ്പില്ല. ഞാൻ ചെയ്യുന്ന ജോലിയോട്, എന്റെ ബിസിനസ് ഓർഗനൈസേഷനോട് എനിക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു താല്പര്യം തോന്നുന്നില്ല. എനിക്ക് എന്തോ ഒരു പ്രത്യേക എന്തോ ഒരു നെഗറ്റീവ്, ഒരു താല്പര്യക്കുറവ് തോന്നുന്നു, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു. അതായത് എന്താണ് അതിന്റെ റീസൺ എന്ന് എംപ്ലോയിക്ക് എന്നെ മനസ്സിലാകുന്നില്ല. ഇത് എന്താണ് കാരണം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും എംപ്ലോയീസ് സൈക്കോളജിക്കൽ നീഡ്സ്. ഓരോ എംപ്ലോയീസിനും അവരുടെ മാനസികപരമായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു ആഫ്റ്റർ ഓൾ നമുക്കറിയാം എന്ത് ജോലി, ഏത് ടൈപ്പ് ഓഫ് ജോലി ചെയ്യുമ്പോഴും വി ഹാവ് എ മൈൻഡ്, നമുക്കൊരു മനസ്സുണ്ട്. ആ മനസ്സ് നിറഞ്ഞ് ജോലി ചെയ്യുമ്പോൾ അതിന് നല്ല ഗുഡ് റിസൾട്ട് ഉണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മളുടെ മാനസികപരമായിട്ടുള്ള ആ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് എന്താണ് കാരണം? മേ ബി സം സൈക്കോളജിക്കൽ നീഡ്സ്. ഓരോ ആളുകൾക്കും വ്യക്തികൾക്ക് അവരുടേതായ ചില മാനസികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോ കിട്ടേണ്ട പരിഗണന, നമുക്ക് കിട്ടേണ്ട അപ്രീസിയേഷൻ, അനുമോദനങ്ങള്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി മാനർ, അല്ലെങ്കിൽ ചില അധികാരങ്ങള്, ഇതൊക്കെ ചില ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കിയേ, ഇപ്പൊ ഒരു കുറച്ചുകൂടി നല്ല രീതിയിൽ പറഞ്ഞാലേ, ഇൻ മെനി ഓർഗനൈസേഷൻസ്, പല ഓർഗനൈസേഷനിലും എംപ്ലോയറിനേക്കാൾ കൂടുതൽ നല്ല കഴിവ്, മീൻസ് ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, എക്സ്പീരിയൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഒരുപാട് പടി മുന്നിലുള്ള ആൾക്കാരായിരിക്കാം, എന്താ പറയാ, ഒരുപാട് പടി ഉയർന്ന ആൾക്കാരായിരിക്കാം ജോലിക്കാരായിട്ട് നിൽക്കുന്നത്. ആണോ? ശരിയല്ലേ പറഞ്ഞത്? എംപ്ലോയർ എന്ന് പറഞ്ഞാൽ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾക്ക് ഒത്തിരി ബിസിനസ്സുകൾ തുടങ്ങാം അല്ലെ. ഇഫ് ദേ ഹാവ് മണി വിത്ത് ദം, ഒരു കാശുണ്ട്, ഇപ്പൊ കോടിയിൽ കുറെ കോടിക്കണക്കിന് കാശുണ്ട്. സോ ഇന്നത്തെ കാലത്ത് പിടിച്ചേക്കാൻ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ബിസിനസ്സിനെയാണ്. ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത്. എവിടെയും കച്ചവടത്തിന്റെ നാക്കോട് കൂടി കാണുന്ന കാര്യങ്ങളാണ് ആളുകൾക്ക്. അപ്പൊ കാശുണ്ടെങ്കിൽ ആൾക്കാർ അപ്പൊ തന്നെ നമുക്ക് ഇന്ന ബിസിനസ് തുടങ്ങാം എന്ന് ചിന്തിച്ച് ബിസിനസ് ആണ് തുടങ്ങുക. ആ ബിസിനസ് നടത്താനുള്ള കഴിവ് മാത്രം ഉണ്ടായാൽ മതി. ടെക്നിക്കലി ഓർ അക്കാഡമിക്കലി അവർക്ക് അതിന്റെ ജ്ഞാനം, അറിവ് വേണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒക്കെ വേണമെന്നില്ല. എനിക്കിപ്പോ ഒരു ബിസിനസ് തുടങ്ങണം, ഒത്തിരി വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല എനിക്ക്, പക്ഷെ എന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. ആ കാശ് വെച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാം, ബിസിനസ് ചെയ്യാം എന്നുള്ള ആ ഒരു ധൈര്യവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് ചെയ്യാം. പക്ഷെ ആ ബിസിനസ് ഓർഗനൈസേഷനിൽ പല കാര്യങ്ങളും ജോലിക്കായിട്ട് നമുക്ക് വേണ്ടതായ ക്വാളിഫൈഡ് പേഴ്സൺസിനാണ്. ദാറ്റ് മീൻസ് എംപ്ലോയറിനേക്കാൾ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരും എന്തുണ്ടാകും? ബിസിനസ്സിൽ ജോലി ചെയ്യുന്നുണ്ടാകാം. So they think that they have to be appreciated, they have to be given some authority, and they also expect some friendly behavior from the part of the management. Managementil നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കും. അപ്പൊ ഞാൻ അവരെന്താ പറയാ, ഒത്തിരി നല്ല പഠിപ്പ്, നല്ല ക്വാളിഫിക്കേഷൻ, നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോ ഞാൻ ആ രീതിയിൽ എന്റെ ആ കഴിവും പഠിപ്പും എന്റെ എക്സ്പീരിയൻസും ഉപയോഗിച്ച് ഞാൻ ജോലി ചെയ്യും. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു റിസൾട്ട്, ആ ജോലിയിൽ ഞാൻ എന്റെ എന്താണ് ഞാൻ പ്രകടമാക്കിയത്, ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് എത്രയും നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ, ഇഫ് ഹി ഈസ് ടു ബി അപ്രീസിയേറ്റഡ്, ആ ആളെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യണമെങ്കിൽ, അനുമോദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വെരി ഗുഡ്, നന്നായി ചെയ്തു അല്ലെ, മറ്റുള്ളവരുടെ മുമ്പിൽ ആളെ ഒന്ന് പുകഴ്ത്തി ഒക്കെ പറയുന്നത് നല്ലതാ. അതൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെക്കാളൊക്കെ നന്നായി അത് ചെയ്തില്ലേ, സോ എനിക്കൊരു അപ്രീസിയേഷൻ തരണ്ടേ എന്ന് ഓരോരുത്തരും ചിന്തിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ഞാൻ ഇതൊക്കെ ചെയ്തു, അപ്പൊ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, നീ തുടങ്ങി, നീയാണ് ഇത് എല്ലാവരും ലീഡ് ചെയ്ത് നോക്കി അന്വേഷിച്ച് നടത്തണ്ടേ എന്ന് ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന അങ്ങനെ കൊടുക്കുമ്പോ, മറ്റുള്ള എംപ്ലോയീസിന്റെ ഇടയിൽ അല്ലെ അവരെ പ്രത്യേകം പരിഗണിക്കുമ്പോ, അല്ലെങ്കിൽ അത്തരം എംപ്ലോയീസിനോട് പ്രത്യേകം ഒരു ഫ്രണ്ട്ലി ഒരു അപ്രോച്ച് കൊടുക്കുമ്പോ, ഇതൊക്കെ എല്ലാ എംപ്ലോയീസും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടാതെ വരുന്നു മറ്റുള്ളവരിൽ നിന്ന്, മാനേജ്മെന്റിൽ നിന്നോ കോവർക്കേഴ്സിൽ നിന്നോ. ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് സച്ച് അപ്രീസിയേഷൻ, അത്തരം അപ്രീസിയേഷൻസ് ഒക്കെ അവർക്ക് കിട്ടാണ്ട് വരുമ്പോ അങ്ങനെ ഒരു ഉണ്ടാകുന്ന ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ. അതെന്നാലും ഞാൻ അങ്ങനെ ചെയ്തിട്ട് അവരെന്നെ ഒന്നും അപ്രീഷിയേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ അത്രയും നല്ല ഭംഗിയായിട്ട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നന്നായി ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒരു പരിഗണനയും അവിടെ കിട്ടിയില്ല എന്നൊരു ചിന്ത വരും ആൾക്കാരുടെ ഇടയിൽ, എംപ്ലോയീസിന്റെ ഇടയിൽ. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞു. എന്തിനാ പിന്നെ ഞാനിവിടെ കിടന്ന് ചാവണേ അല്ലെ, ചത്ത് കിടന്ന് പണിയിൽ കിടന്നിനാ, ഇത്രയും നന്നായി ചെയ്തിട്ടും എനിക്കൊരു അപ്രീസിയേഷനോ മറ്റേതെങ്കിലും രീതിയിലുള്ള മറ്റു ഒരു ബെനിഫിറ്റും എനിക്കുണ്ടായില്ല എന്നുള്ള ചിന്ത വരും. അത് എന്തിലേക്ക് നയിക്കും? ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഗ്രീവൻസ്. അതും ഒരു തൃപ്തിക്കുറവ്, താല്പര്യക്കുറവിലേക്ക് ആളുകളെ നയിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് എന്ന് വിളിക്കുക. നോക്കിയേ,
ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. An employee who is dissatisfied with the working conditions of the company may desire some appreciation and praise from his coworkers. അതായത് നല്ല രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഒന്നും എന്താ പറയാ ഇല്ല, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആൾക്ക് എംപ്ലോയിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു താല്പര്യക്കുറവില്ലാതെ നിൽക്കായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിലും ഞാൻ എന്റെ ജോലി മര്യാദയ്ക്ക് ചെയ്തെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് അല്ലെ സാഹചര്യമൊക്കെ ഒത്തിരി മോശമായിട്ടും അത് നീ നന്നായി ചെയ്തല്ലോ എന്നുള്ള ഒരു അപ്രീസിയേഷൻ അല്ലെ മറ്റുള്ളവരിൽ നിന്ന് കോവർക്കേഴ്സിൽ നിന്നും ഓർഗനൈസേഷനിൽ നിന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അത് പ്രതീക്ഷകള് അസ്ഥാനത്താകുമ്പോഴാണ് എന്തുണ്ടാവുക, ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് ഉണ്ടാവുക. സോ ഡിസ്ഗൈസ്ഡ് ഗ്രീവൻസ് ഓൾസോ ഷുഡ് ബി ഗിവൺ ഡ്യൂ കൺസിഡറേഷൻ. അതിനും എന്ത് ചെയ്യണം, പ്രത്യേകം പരിഗണിക്കണം ഡിസ്ഗൈസ്ഡ് എന്താ പറയാ ഗ്രീവൻസിന്. അതല്ലെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ഹാർംഫുൾ കോൺസിക്വൻസസ്, അല്ലെങ്കിൽ എന്തുണ്ടാകും, ഭയങ്കര അപകടകരമായിട്ടുള്ള പ്രതിഫലങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഗ്രീവൻസ് ഏത് രീതിയിലുള്ളതായിക്കോട്ടെ, ഫാക്ച്വൽ, ഇമാജിനറി ഓർ ഡിസ്ഗൈസ്ഡ്, ഏത് രൂപത്തിലുള്ളതായിക്കോട്ടെ, ഇറ്റ് ഷുഡ് ബി ഹാൻഡിൽഡ് or dealt with carefully immediately. എത്രയും പെട്ടെന്ന് അതിനെ പരിഹരിക്കണം, എത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട്, എത്രയും അതുപോലെ തന്നെ നല്ല എന്താ പറയാ കൃത്യതയോടെ അക്യുറേറ്റ് ആയിട്ട് അത് പരിഹരിക്കാനും പറ്റണം. ക്ലിയർ ആയോ? ഡിസ്ഗൈസ്ഡ് മനസ്സിലായോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഡിസ്ഗൈസ്ഡ് ഒന്ന് വായിച്ചു നോക്കിയേ. Disguised grievance ഒന്ന് വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്യുന്നത് പറയാം. അണ്ടർലൈൻ ചെയ്യാനുള്ളത് പറയാം. വായിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? യെസ്, ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. When an employee is not aware about the reasons for his dissatisfaction, then he has a disguised grievance എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അടുത്ത സെന്റൻസ് അടുത്തത് employees psychological needs like a need for appreciation, friendliness, authority, success, etc. are not met. അപ്പോഴാണ് ഇത്തരം ഗ്രീവൻസ് ഉണ്ടാവുക. അതിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞേക്കുന്നത്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ ആ സൈക്കോളജിക്കൽ ആവശ്യങ്ങൾ എന്തൊക്കെയാ? അപ്രീസിയേഷൻ, ഫ്രണ്ട്ലിനെസ്, അതോറിറ്റി, സക്സസ് എക്സെട്ര. മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാം. ഇയാൾ ഇന്ന രീതിയിൽ ചെയ്തു, ആൾ നന്നായി ചെയ്തു, അതൊക്കെ ഒരു പ്രോത്സാഹനമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് കിട്ടാതെ വരുമ്പോ ചില എംപ്ലോയീസിന്റെ മനസ്സിൽ അത്തരം ഒരു ഫീലിംഗ് ഉണ്ടാകും കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് വൺ സോഴ്സസ് ഓഫ് ഗ്രീവൻസസ് ആണ്. ഇനി ഏതൊക്കെയാണ് ഗ്രീവൻസിന്റെ സ്രോതസ്സുകൾ? ഏതൊക്കെ സ്ഥലത്ത് നിന്ന് ഗ്രീവൻസുകൾ വരും? അതായത് ഏതൊക്കെ അതിന്റെ സ്രോതസ്സാണ്, എവിടെ നിന്നാണ് ഈ ഗ്രീവൻസ് ഉണ്ടാകുന്നത്? ഇത്തരം ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസ്കണ്ടന്റ്മെന്റ് എവിടെ നിന്നുണ്ടാകുന്നു? പ്രധാനമായിട്ടും സോഴ്സ് ഓഫ് ഗ്രീവൻസ് ഈസ് ടൈറ്റിൽഡ് ആസ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. പ്രധാനമായിട്ടും ഒന്ന് മാനേജ്മെന്റുകളുടെ പ്രാക്ടീസസ്, മാനേജ്മെന്റുകളുടെ പ്രായോഗികമായിട്ടുള്ള ചില രീതികൾ, അത് ഗ്രീവൻസിന് കാരണമാകാം. രണ്ടാമത്തേത് എംപ്ലോയീസിന്റെ ഗ്രീവൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്. എംപ്ലോയീസിനെ വ്യക്തിപരമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഓരോ എംപ്ലോയീസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ആ രൂപത്തിലും ഗ്രീവൻസുകൾ ഉണ്ടാകാം. ആൻഡ് ദ തേർഡ് വൺ ഓർ ലാസ്റ്റ് വൺ വർക്കിംഗ് കണ്ടീഷൻസിന്റെ ബേസിസിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി സാധ്യതകൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ആ വ്യവസ്ഥകൾക്ക് അനുസരിച്ചിട്ട് ഉണ്ടാകുന്ന ചില ഗ്രീവൻസുകൾ ഉണ്ടാകാം. ഈ മൂന്ന് ഭാഗത്തു നിന്നാണ് ഗ്രീവൻസ് ഉടലെടുക്കുന്നത്. ഏതൊക്കെയാ? മാനേജ്മെന്റ് പ്രാക്ടീസ്, പിന്നെ റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ദ തേർഡ് വൺ വർക്കിംഗ് കണ്ടീഷൻസ്. ഈ മൂന്ന് വിഭാഗങ്ങളിൽ നിന്നാണ് ഗ്രീവൻസുകൾ വരുന്നത്.
ഗ്രീവൻസ് എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന താല്പര്യക്കുറവൊക്കെ വരുന്നത്. ഫസ്റ്റ് വൺ മാനേജ്മെന്റ് പ്രാക്ടീസ് ആണ്. മാനേജ്മെന്റിന്റെ പ്രാക്ടീസിൽ നിന്ന് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ചില പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകാവുന്ന ഗ്രീവൻസുകൾ again it is classified as ഏതൊക്കെയായിട്ട് തരംതിരിച്ചിരുന്നത് അറിയാമോ? മാനേജ്മെന്റ് സ്റ്റൈൽ, സോഷ്യൽ ഡിസ്റ്റൻസ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇങ്ങനെ മൂന്നായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മൂന്നല്ല നാലെണ്ണം പറഞ്ഞു. ആൻഡ് ദ ലാസ്റ്റ് വൺ സൂപ്പർവൈസറി പ്രാക്ടീസസ്. ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള ചില പ്രായോഗികമായിട്ടുള്ള കാരണങ്ങളാൽ ഗ്രീവൻസുകൾ ഉണ്ടാകാം. ഇതൊക്കെ മാനേജ്മെന്റ് വഴി വരുന്ന ഗ്രീവൻസ് ആണ്. മാനേജ്മെന്റുകാരുടെ കുഴപ്പം കൊണ്ടുണ്ടാകുന്ന ചില ഗ്രീവൻസുകളാണ് ഇപ്പൊ ഈ പറയാൻ പോകുന്നതെല്ലാം. ഏതൊക്കെയാണ്? ഒന്ന് മാനേജ്മെന്റ് പ്രാക്ടീസ്, മാനേജ്മെന്റ് സ്റ്റൈൽ, അടുത്തത് സോഷ്യൽ ഡിസ്റ്റൻസ്, അടുത്തത് ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും സൂപ്പർവൈസറി പ്രാക്ടീസസും. മാനേജ്മെന്റ് പരമായിട്ടുണ്ടാകാവുന്ന ചില ഗ്രീവൻസ്, മാനേജ്മെന്റിനോടോ മാനേജ്മെന്റിന്റെ ചില പ്രവർത്തന രീതികളോടോ ഉണ്ടാകാവുന്ന എംപ്ലോയീസിന്റെ താല്പര്യക്കുറവ്. അതാണ്. അപ്പൊ ഒന്നാമത്തെ എന്താ പറയുക? മാനേജ്മെന്റ് സ്റ്റൈൽ. മാനേജ്മെന്റ് സ്റ്റൈൽ ഓഫ് അതെ ഈ മാനേജിങ് ചെയ്യുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ there are mainly two type of management. ശരിക്കും പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് തന്നെ രണ്ട് രീതിയിലുണ്ട്. അതെങ്ങനെയാണ് രണ്ട് രീതിയിലുള്ള മാനേജ്മെന്റ്? ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റും രണ്ടാമത്തേത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റും. എന്താ അത്? ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. ഓട്ടോക്രാറ്റിക് എന്ന് വാക്ക് കേട്ടിട്ടുണ്ടോ? എന്തായാലും മലയാളം ഓട്ടോക്രാറ്റിക് ആണെന്ന് പറയില്ലേ? സ്വേച്ഛാധിപതി. ഞാനാണ് എല്ലാത്തിന്റെയും അധികാരി, ഞാനാണ് നിങ്ങളുടെ മേധാവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമില്ലേ? അതാണ്. അതായത് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. അതായത് ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് വിചാരിക്കണം ഞാനാണല്ല, ഞങ്ങളാണല്ല, ഞാൻ കൂടാതെ ഒരു കാര്യവും നടക്കില്ല, ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നു, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാം, റേഡിയോ പോലെ അങ്ങോട്ടേക്ക്. എവിടെ നമ്മളുടെ മാനേജ്മെന്റിന്റെ കീഴിൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ നിന്ന് ജോലി ചെയ്യുക. ഇതൊക്കെ ഒരു ഓൾഡ് ഫാഷനാണ്, അല്ലെങ്കിൽ ഒരുപാട് പഴക്കം ചെന്ന ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് രീതിയാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. ചിലപ്പോഴൊക്കെ ചില ബിസിനസ് ഓർഗനൈസേഷനിലും നവഡേയ്സ് ഓൾസോ അത് പ്രാക്ടിക്കലായി നടക്കുന്നുണ്ട്. അതായത് എംപ്ലോയീസിന് ഇഫ് ദേ ഹാവ് ടു സേ സംതിങ്, അവർക്ക് എന്തെങ്കിലും പറയാനോ അറിയിക്കാനോ ഉണ്ടെങ്കിൽ അതൊന്നും കേൾക്കില്ല, അതിനൊരു സൗകര്യമോ സന്ദർഭമോ ഒരുക്കി കൊടുക്കില്ല. പക്ഷെ മെജോറിറ്റി ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ന് ആ രീതിയൊക്കെ മാറ്റി they are following participative style of management. ഇന്ന് മിക്ക ബിസിനസ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്. ഇതെന്താ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈല്? മാനേജ്മെന്റിനകത്ത് അവർ എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തും. ആൻഡ് ഫോർ എക്സാമ്പിൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ തീരുമാനമെടുക്കാൻ എല്ലാ എംപ്ലോയീസിനെയും കൂട്ടിയില്ലെങ്കിലും എംപ്ലോയീസിന്റെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യും? റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് കുറച്ചു പേരെയൊക്കെ എടുത്തിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെയും കൂടി ആശയങ്ങളൊക്കെ കയ്യിൽ വാങ്ങിക്കാൻ വേണ്ടി. മനസ്സിലായോ? നമ്മൾ പറയുന്നത് നമുക്കറിയാലോ, ഇത്ര ആളുകൾ ഈ ലോകത്തുണ്ടോ, ഓരോ ആളുകൾക്കും അവരവരുടേതായ ആശയങ്ങളുണ്ട് അല്ലെ? നല്ല നല്ല ആശയങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ കുട്ടികളോട് തന്നെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് അവരുടേതായ ആ ഒരു ഏജിനനുസരിച്ചുള്ള ഒരു ടോപ്പിക് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അവരുടെ ആശയങ്ങൾ, അവരുടെ നല്ല നല്ല ഐഡിയാസ് കിട്ടും അല്ലെ? അവരിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് അവര് ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങളും അവരുപയോഗിക്കുന്ന മീഡിയാസും ഒക്കെ അവർ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പൊ ദേ ഹാവ് ദെയർ ഐഡിയാസ്, അവരുടേതായ ഐഡിയാസ് ഉണ്ട്. അതുപോലെ ബിസിനസ് ഓർഗനൈസേഷനിൽ ദർ ആർ എ ലോട്ട് ഓഫ് എംപ്ലോയീസ്, ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ആൻഡ് ഈച്ച് ആൻഡ് എവരി വൺ ഹാവ് ദെയർ ഓൺ ഐഡിയാസ്. അവർക്ക് അവരുടേതായ ഐഡിയാസ് ഉണ്ട്. ഐഡിയാസ് അനുസരിച്ച് അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഐഡിയാസ് ഒക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാൻ മാനേജ്മെന്റ് സംടൈംസ് include them also in decision making. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നല്ല നല്ല എംപ്ലോയീസിനെ, നല്ല എന്താ പറയാ, നല്ല ഇത്തരം കാലിബർ ഒക്കെ ഉള്ള ഒരുപാട് പൊട്ടൻഷ്യൽ ആയ എംപ്ലോയീസിനെ കുറിച്ചിട്ട് അവരുടെ കൂടി അഭിപ്രായമൊക്കെ ചോദിക്കും അല്ലെ? അപ്പൊ അവരെ കൂടി ഉൾപ്പെടുത്തും. അങ്ങനെ ആ ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആണെങ്കിൽ എന്താണെങ്കിലും അവർക്ക് ഇഷ്ടമായിരിക്കും. കാരണം എന്താ, എന്തെങ്കിലും കാര്യങ്ങൾ പുതിയത് വരുമ്പോ മാനേജ്മെന്റ് നമ്മളോട് കൂടി അറിയിക്കുന്നുണ്ട്, നമ്മളുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്, ആ ഒരു ഫീലിംഗ് വരും. അങ്ങനെ വരുന്ന സ്ഥലത്ത് ഗ്രീവൻസ് ഉണ്ടാവില്ല. കാരണം അവർക്ക് എപ്പോഴും there is a communication between the management and the employees. എപ്പോഴും എന്തുണ്ട്, അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് പറഞ്ഞ ഓട്ടോക്രാറ്റിക് സ്റ്റൈല് there is no communication. They are not including the employees in decision making. തീരുമാനങ്ങൾ എടുക്കുന്നതില് മറ്റു കാര്യങ്ങള്, പുരോഗമന പ്രവർത്തനങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ ഒന്നും നമ്മുടെ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, എംപ്ലോയീസിനെ ഉൾപ്പെടുത്തുകയേ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതെ വരുമ്പോ എന്ത് പറ്റും? അവര് ഓട്ടോക്രാറ്റിക് ആണ്, അവര് സ്വേച്ഛാധിപതികളാണ്. ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കുക. ദാറ്റ്സ് ഓൾ.
അല്ലെ? അപ്പൊ ആ രീതി. അപ്പൊ ഇപ്പോഴത്തെ സിസ്റ്റം ഒക്കെ അത് മാറി പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഇപ്പോൾ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അതാണ് അപ്രീസിയേറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. സോ ആ ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് രീതി അനുസരിച്ച് ഗ്രീവൻസുകൾ ഉണ്ടാകാം. അപ്പൊ എവിടെയാണ് ഗ്രീവൻസ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള? ഏത് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റിലാണ്? Is it in autocratic style or in participative style of management? ഏത് സ്റ്റൈലിലാണ് കൂടുതലും ഗ്രീവൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? എവിടെയായിരിക്കും പറയേ? അയ്യോ, ഏത് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റിലായിരിക്കും? മാനേജ്മെന്റിന്റെ ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ ഗ്രീവൻസ് കൂടുതലായിരിക്കും. പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിൽ കാര്യം അധികം ഉണ്ടാവില്ല. എന്താ കാരണം? അവിടെ എല്ലാ കാര്യങ്ങളും ഫോർ ഈച്ച് ആൻഡ് എവറിഥിങ് അവർ എംപ്ലോയീസുമായിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങളും ഐഡിയാസും ഒക്കെ ആരായുന്നത്. സോ അവിടെ ഗ്രീവൻസ് കുറവായിരുന്നു. ആസ് എൻ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണെങ്കിൽ there will arise some type of grievance. എംപ്ലോയീസിന്റെ ഇടയിൽ ഗ്രീവൻസ് ഉണ്ടാകും. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് പറയാം. The autocratic style of management and the participative style of management may cause grievance among workforce in an organization. അടുത്ത സെന്റൻസ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് the workforce composed of extremely qualified people may not appreciate an autocratic style of management. എന്തില്ല? ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാര് ഈ പറയുന്ന രീതിയൊന്നും ഫോളോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടില്ല. കാരണം ചിലപ്പോ അവരെക്കാൾ, എംപ്ലോയറിനേക്കാൾ, മാനേജ്മെന്റിനേക്കാൾ നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കും താഴെ അവിടെ ജോലി ചെയ്യുന്നവര്. അവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ സ്വേച്ഛാധിപതികളാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൽപ്പിക്കുന്നത് പോലെ അതിനേക്കാൾ നല്ല നല്ല ഐഡിയാസ് ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഞങ്ങൾക്കുണ്ട്, നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ. അത് ചോദിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്കത് ഇഷ്ടാവില്ല. അതൊക്കെ ഗ്രീവൻസ് കാരണമാണ്. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയാനുള്ളത് മതി കേട്ടോ. The workforce composed of extremely qualified may not appreciate an autocratic style എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. സോ എന്ത് ചെയ്യണം? ഓരോ ബിസിനസ് ഓർഗനൈസേഷൻ അക്കോർഡിംഗ് ടു ദ കറന്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ രീതിയൊക്കെ എന്താണോ അതനുസരിച്ച് മാറ്റങ്ങൾ മാനേജ്മെന്റിൽ കൊണ്ടുവരണം. പണ്ടത്തെ പഴയ രീതിയൊക്കെ അവലംബിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എംപ്ലോയീസ് will not follow. അവരത് മൈൻഡ് ചെയ്യില്ല. എംപ്ലോയീസ് ആ രീതിയിലൊന്നും വരില്ല. നല്ലതാണെങ്കിൽ നല്ലത് എന്നുള്ള മൈൻഡ് ആയിരിക്കണം. അല്ലെ? അങ്ങനെ ആവണം, ആക്കിയെടുക്കണം. അങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ ആ ഒരു എന്താ പറയാ ബോണ്ടിങ്, ആ ഒരു റിലേഷൻഷിപ്പ് അവരുടെ എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും മാനേജ്മെന്റിന്റെ എംപ്ലോയിയുടെ ഒക്കെ ഇടയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, മാനേജ്മെന്റ് സ്റ്റൈൽ. 2 സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. അണ്ടർലൈൻ ചെയ്തോ? യെസ്. അടുത്തത് സോഷ്യൽ ഡിസ്റ്റൻസ് അടുത്ത ദിവസം പറയുന്നുള്ളൂ. പെട്ടെന്ന് പറയാൻ പറ്റുന്ന പോയിന്റ് അല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്താണ്. എക്സാമ്പിളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ബാക്കി അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, താങ്ക് യു. ബൈ. വായിച്ചു നോക്കണേ നന്നായിട്ട്.